വയനാട് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ വൈകാതെ മാറ്റിയേക്കും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വത്തിന്റെ നിർണായക നീക്കം. അതിനിടെ KPCC അധ്യക്ഷൻ K. സുധാകരൻ NM വിജയന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് വസതിയിൽ സന്ദർശിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് KPCC ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നേതൃതലത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് K. സുധാകരന്റെ മൊഴിയെടുക്കുമെന്നതാണ്. KPCC അധ്യക്ഷന് NM വിജയൻ കത്തയച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത്. റിപ്പോർട്ടിലേക്ക് ആദ്യം ആ റിപ്പോർട്ടിലേക്ക് പോകും മുൻപ് MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒരു സുപ്രധാന നടപടിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. K. സുധാകരന്റെ മൊഴിയെടുക്കും എന്ന് പറയുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉന്നത തലങ്ങളിലേക്കും നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ND അപ്പച്ചനെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും ഒപ്പം KK ഗോപിനാഥൻ എന്ന നേതാവിനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മൊഴിയെടുക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ഈ NM വിജയൻ മരണത്തിന് മുമ്പ് ഒരു കത്ത് KPCC പ്രസിഡന്റിന് അയച്ചിരുന്നു. ആ കത്ത് പുറത്തു വരികയും ആ കത്തിൽ ഗുരുതരമായ പരാമർശങ്ങൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഉപസമിതിയെ പാർട്ടി നിയോഗിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ആ സമിതി ഈ മരണത്തെക്കുറിച്ചും മറ്റ് സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും തനിക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആദ്യം ലഭിച്ചപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കത്ത് തുറന്നു താൻ വായിച്ചില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഈ കത്ത് വായിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അതായത് ഈ കത്ത് ലഭിക്കും മുമ്പ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കൾ പണം കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ NM വിജയൻ പറഞ്ഞിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ആരായും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെയും ഈ വിവാദം ഉയർന്നു വന്നിരുന്നു. അന്നും ഈ വിവാദത്തെക്കുറിച്ച് പാർട്ടി ഒരു അന്വേഷണം നടത്തുകയും ചില നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങളും ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റേതൊക്കെ നേതാക്കൾ അന്വേഷണ പരിധിയിൽ വരും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നും നമുക്കറിയാൻ കഴിയുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ചുവടിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഏതാണ്ട് വൈകുന്നേരം വരെ രണ്ടുപേരെയും ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം വിട്ടയക്കുകയായിരുന്നു. ഒപ്പം ഈ KK ഗോപിനാഥിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കേസിന്റെ തെളിവ് ലഭിക്കുന്ന അല്ലെങ്കിൽ കേസിലെ കാര്യമായി സഹായിക്കുന്ന ചില രേഖകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കിട്ടി എന്നും വിവരങ്ങളുണ്ട്. എന്തായാലും ഈ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരുക തന്നെ ചെയ്യും. ശ്രീജ, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ K. സുധാകരന്റെ മൊഴിയെടുക്കും. KK ഗോപിനാഥിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഈ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം ഇന്ന് K. സുധാകരൻ NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. റിപ്പോർട്ടിലേക്ക്. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റുന്ന കാര്യം നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ DCC അധ്യക്ഷനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഹൈക്കമാൻഡ് നേതൃത്വവും ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. അതേസമയം കേസിലെ കൂട്ടുപ്രതിയായ IC ബാലകൃഷ്ണനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള യുവ കോൺഗ്രസ് നേതാവിന് പങ്കുള്ളതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി ജില്ലാതലത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള അവസരമാക്കി യുവ നേതാവ് നിലവിലെ പ്രതിസന്ധിയെ ഉപയോഗിക്കുകയാണെന്നും നേതൃത്വത്തിന് വിമർശനമുണ്ട്. അതിനിടെ ND അപ്പച്ചനെ തിടുക്കത്തിൽ മാറ്റേണ്ടെന്നും പുനഃസംഘടനയുടെ ഭാഗമായുള്ള സ്വാഭാവിക മാറ്റമെന്ന സന്ദേശം നൽകി നടപടി ഉറപ്പാക്കിയാൽ മതിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അപ്പച്ചനെ തിടുക്കത്തിൽ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾക്ക് അദ്ദേഹം മുതിർന്നേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനായി KPCC നേതൃത്വം കാത്തിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന KPCC ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്ന കാര്യവും നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.